എന്നെ പൊന്നടവേ ഒന്നും പറയണ്ട. ഇന്നിപ്പോ ഒരു 5 മണിക്ക് ഇറങ്ങിയതാണ്. 5 മണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം 7:21 ആയി. അപ്പോൾ പുതിയ ഓട്ടങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരാളെ ഇറക്കി വിട്ടു. അയാളൊരു ലോയർ ആയിരുന്നു. ഈ കോർപ്പറേറ്റ് ലോയർ എന്നൊക്കെ പറയില്ല, അതാണ് സംഗതി. ക്രിമിനൽ ലോയർ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ക്രിമിനൽ ലോയർ ആണ് അളിയാന്ന് ചോദിച്ചു. പലയും പറഞ്ഞ ക്രിമിനൽ ലോയർ അല്ല അളിയാ, ഫിനാൻസ് ലോയർ ആണ് അളിയാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് സ്കീം. അപ്പോൾ ഇന്ന് പുള്ളിക്ക് പറഞ്ഞാൽ ഇവിടുത്തെ ലോയറിന്റെ ഇവിടെ നോർമൽ കാര്യത്തിൽ, ഇവിടെ നോർമൽ കേസിൽ നമുക്ക് അവർലി ബേസ് സാലറിയാണ് ഇവിടെ മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും കൊടുക്കുന്നത്. പക്ഷേ ലോയർമാർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർലി ബേസ് അല്ല, അവർക്ക് സാലറിയാണ്, വേജ് അല്ല. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞനുസരിച്ചിട്ട് എനിക്ക് ഇതിനു മുമ്പ് കുറേ ലോയേഴ്സിന് ഞാൻ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഫിനാൻഷ്യൽ ലോയേഴ്സ് ആയിരുന്നു. ഒന്നും ഈ പറഞ്ഞ കാര്യം തന്നെ ക്രിമിനൽ ലോയേഴ്സിനൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതെന്തിനാ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് പുള്ളിക്ക് ചെറിയ അൽക്കുലത്തൊക്കെ ചെയ്തിട്ട് ചെറിയ പ്രശ്നത്തിലായി നിൽക്കുവാണ്. അപ്പോൾ പരിചയമില്ലാത്ത മലയാളി അല്ലാത്ത ഒരു ലോയർ പുള്ളി അങ്ങനെ ചോദിക്കണ്ടായിരുന്നു, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിക്കടെ അങ്ങനെ വന്നവരല്ലാതെ വേറെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിവേ അത് വിട്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെയാണ് സാലറിയാണ്, അല്ലാതെ അവർലി ബേസ്ഡ് ആയിട്ടുള്ള വേജ് അല്ല വരുന്നത്. ഇത് കൂലിയല്ല കിട്ടുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു എത്ര റൈഡ് അടിച്ചു? 5 റൈഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു $80 5 റൈഡിൽ. എത്ര മണിക്കൂറായി? 2.5 മണിക്കൂർ. എന്ന് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടം ഉണ്ടായിരുന്നു ഇതുവരെ. വീണ്ടും സന്ധിക്കും വരെയും വണക്കം, അങ്ങനെയല്ലേ? ഒന്നും മനസ്സിലാവുള്ള. നാട്ടിൽ നിന്ന് പോകുന്ന പിന്നെ മലയാളം അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് വീട്ടിൽ മാത്രമേ മലയാളം ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട്സിനെ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ മലയാളം ഉപയോഗിക്കും. അതല്ലാതെ നമുക്ക് അങ്ങനെ മലയാളം ഉപയോഗിക്കാനുള്ള ചാൻസുകൾ വളരെ കുറവല്ലേ. അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മിഷൻ ബേ എന്ന് പറയുന്ന ബീച്ചിന്റെ സൈഡിലാണുള്ളത്. ഇവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള ബീച്ചാണത്. അടിപൊളി സെറ്റപ്പ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. ഇതിന്റെ ചുറ്റുവട്ടം ഇഷ്ടം പോലെ ബാറും പമ്പുകളും ഉണ്ട്. നമുക്ക് ഇവിടെ നമ്മളൊരു ആളിപ്പോൾ ഡ്രോപ്പ് ചെയ്തു. നമ്മളിപ്പോൾ ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്തതിൽ നിന്ന് ഒരു പാസഞ്ചർ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തു. സോ ഇവിടെ നമ്മൾ ഈ വഴി സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ സിറ്റിയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് എനിക്കൊന്ന് അത്യാവശ്യം ദൂരം ഉണ്ട്, ഒരു 10 കിലോമീറ്റർ അടുത്ത് കാണുമായിരിക്കും സിറ്റിയിലേക്ക്. എനിവേ വണ്ടി ഇവിടെ നിന്ന് കുറച്ചു നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഓട്ടം കിട്ടിയാൽ നന്നായിരുന്നു. പക്ഷെ ഇവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് സ്ഥലമില്ല, അതാണ് വേറൊരു പ്രശ്നം. എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഹലോ സുഹൃത്തുക്കളെ, വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറെ ട്രിപ്പുകൾ കിട്ടിയതിന്റെ ഇടയ്ക്ക് കുറച്ച് ഒരു വിശേഷം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ പോകുന്നതിന്റെ ഇടയ്ക്കായിട്ട് എനിക്കൊരു അമേരിക്കൻ മലയാളിനെ കിട്ടി. പിന്നെ അങ്ങേരുടെ ഗേൾഫ്രണ്ട് ഒരു ജാപ്പനീസുകാരി. അപ്പൊ ഇങ്ങനെ പേര് വന്നിട്ട് റെന്നി എന്നാണ്. അപ്പൊ എന്റെ വണ്ടി നമ്പറുമായിട്ട് ഒരുപാട് സാമ്യമുള്ള ഒരു പേരാണ് പുള്ളിയുടെ. അപ്പൊ അതിന്റെ അകത്ത് പുള്ളി വളരെ കൗതുകം പുള്ളി കാണിച്ചു. അത് കൂടാതെ തന്നെ ഞാനൊരു മലയാളി ആയതിന്റെ പേരിലും പുള്ളി ഒരു മലയാളി ആയതിന്റെ പേരിലും പുള്ളിയുടെ പേരിലുള്ള ഈ സാമ്യവും നമ്മുടെ വണ്ടിയിലുള്ള സാമ്യമൊക്കെ കണ്ടപ്പോൾ പുള്ളി ആകെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. എനിവേ നല്ലൊരു മനുഷ്യനാണ്. കുറെ നേരം സംസാരിച്ചു. പുള്ളിക്ക് ഇപ്പൊ 46 വയസ്സായി. 46 വയസ്സ്. പുള്ളി റിട്ടയർ ആയി. 46 വയസ്സിൽ പുള്ളി റിട്ടയർ ആയി. ഞാനപ്പോ അത് എങ്ങനെയാന്ന് ചോദിച്ചു. 46ാമത്തെ വയസ്സിൽ റിട്ടയർ ആവാൻ പറ്റുന്ന സംഗതി എന്താന്ന്, പുള്ളി എന്ത് പരിപാടി ചെയ്തോണ്ടിരുന്നത് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു. അപ്പൊ പുള്ളി വളരെ നന്നായിട്ട് അധ്വാനിച്ച് വളരെ സെയിലൊക്കെ ചെയ്ത് നല്ല ബെസ്റ്റ് അവാർഡൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് പുള്ളി തിങ്ക് ചെയ്തു, എന്തുകൊണ്ട് എനിക്ക് ഒരു ഫാർമസി തുടങ്ങിക്കൂടാ എന്ന് ചിന്തിച്ചു. അങ്ങനെ പുള്ളി ഒരു ഫാർമസി തുടങ്ങി, ഒരെണ്ണം തുടങ്ങി. അത് പിന്നെ 6 എണ്ണത്തിലേക്ക് എത്തി. അങ്ങനെ 6 എണ്ണത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറെ കാലം അത് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുനടന്നു. അതിനുശേഷം ഒരു വലിയൊരു ഫാർമസി കമ്പനി പുള്ളിയുടെ ഫാർമസി വാങ്ങിക്കുകയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. അത് വലിയൊരു എമൗണ്ടിന് പുള്ളിയുടെ അത് വാങ്ങിച്ചെടുത്തു. അപ്പോൾ അത് വാങ്ങിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അതിൻ്റെ അകത്ത് വലിയൊരു തുക കിട്ടി. അങ്ങനെ പുള്ളി ആ എമൗണ്ട് വെച്ചിട്ടാണ് പുള്ളി റിട്ടയർ ആയത്. അതാണ് പുള്ളിന്റെ അടുത്ത് പറഞ്ഞ കഥ. ഏതായാലും പുള്ളി പറഞ്ഞ അത്രയും വലിയൊരു എമൗണ്ട് ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ 40ാമത്തെ വയസ്സിൽ പുള്ളിക്ക് ഒരു ഓഫർ കിട്ടിയതാണ്. അപ്പോൾ ആ 40ാമത്തെ വയസ്സിൽ അത്രയും വലിയൊരു എമൗണ്ട്, എത്ര എമൗണ്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞില്ല, അത്രയും വലിയൊരു എമൗണ്ട് ഒരുമിച്ച് കൈ കിട്ടുക എന്ന് പറയുന്നത് അതൊരു സ്വപ്നതുല്യമായ ഒരു എമൗണ്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി അതിന്റെ നോ പറഞ്ഞില്ല, പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പല സ്ഥലത്തായിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിവേ പുള്ളി ഒരു വേദനിക്കുന്ന കോടീശ്വരനാണ്. അപ്പൊ അതിനുശേഷം പുള്ളി 40ാമത്തെ വയസ്സ് മുതൽ പുള്ളി ട്രാവലിംഗ് തുടങ്ങിയതാണ്. ആദ്യം കുറച്ച് ആൾ പൈസ കിട്ടിയത് പുട്ടടിച്ച് കുറെ കാലം നടന്നു. അപ്പൊ അതും അടുത്ത് കഴിഞ്ഞപ്പോൾ പുള്ളി ട്രാവലിംഗ് ആണ്. ഇപ്പോ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ പുള്ളി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു 90 ദിവസത്തെ ട്രാവൽ ജേർണിയുടെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോ ഇന്നൂടെ ഓക്ലാൻഡിലുണ്ടാവും, നാളോടെ ഓക്ലാൻഡ്
ന്യൂസിലാൻഡിലും ഉണ്ടാവും. അതിനുശേഷം പുള്ളി ക്രൈസ്റ്റ് ചർച്ച്, അതുപോലെ തന്നെ ക്യൂൻസ്റ്റൗൺ, അങ്ങനെ പല സ്ഥലങ്ങൾ ന്യൂസിലാൻഡ് ഫുള്ള് കറങ്ങി. അതിനുശേഷം പുള്ളി ഓസ്ട്രേലിയ കറങ്ങാനാണ് പോകുന്നത്. പിന്നെ ജപ്പാനും അങ്ങനെയുള്ള പല സ്ഥലങ്ങളും പുള്ളി കറങ്ങാൻ പോകുന്നുണ്ട്. പുള്ളി ഒരു US മലയാളിയാണ്. പക്ഷെ മലയാളം ഒന്നും അറിയില്ല, മലയാളം കേട്ടാൽ മനസ്സിലാവും. പക്ഷെ മലയാളം പറയുമ്പോൾ നമ്മുടെ കൊച്ചു പിള്ളേർ പറയുന്ന പോലെ പഠിച്ചു തുടങ്ങുന്ന പിള്ളേർ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ പറയുന്ന പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിവേ പുള്ളി ഏതായാലും പൊളിയാണ്, അടിപൊളി മനുഷ്യൻ. ഓക്കെ, അപ്പൊ 46ാമത്തെ വയസ്സിൽ റിട്ടയർ ആയി ലോകം ചുറ്റി കാണുന്നു. വാഹ്, അടിപൊളി പരിപാടി അല്ലേ? അപ്പൊ ഗൈസ് അങ്ങനെ ഓൾമോസ്റ്റ് 12 മണി കഴിഞ്ഞ് 1 മണി ആവാറായി. 12:52 ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വീട്ടിൽ പോയി. നമ്മളിപ്പോ നോർത്തേൺ സൈഡിലാണ്. ഇപ്പൊ നമ്മൾ റെയിൻബോ ബ്രിഡ്ജ് കയറാൻ പോവാണ്. സോ അതിന്റെ വ്യൂ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ ഇപ്പോ ഇതൊന്ന് ഓണാക്കി വെച്ചത്. എനിവേ നമ്മളിപ്പോ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുവാണ്. അപ്പൊ സിറ്റിയുടെ നൈറ്റ് വ്യൂ, ലോങ് ഡിസ്റ്റൻസ് നൈറ്റ് വ്യൂ ഒക്കെ കിട്ടും. അതൊക്കെ സൂപ്പറാണ്. അതൊക്കെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ മേല. പറ്റും എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്തായാലും നിങ്ങൾക്ക് കാണാമല്ലോ വരാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നമ്മൾ മോട്ടോർവേയിലേക്ക് കയറുകയാണ്. ഇവിടെ നാട് കഴിയുമ്പോൾ തന്നെ മോട്ടോർവേ കാണാം. താഴ്ച എഴുതി വെച്ചിട്ടുണ്ടാവും സൗത്തേൺ മോട്ടോർവേ, മോട്ടോർവേ സൗത്ത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. ഇന്ന് വലിയ കുഴപ്പമുണ്ടായില്ല. ഇന്നിപ്പോ സമയം 1 മണിയാവാറായി. 1 മണിയാവാറായി. നമുക്ക് 200 ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ നോക്കിയിട്ട് നടന്നില്ലായിരുന്നു. ഇന്ന് നമുക്ക് 200 അടിച്ചിട്ടുണ്ട്. എനിവേ സംഭവം കൊള്ളാം. വലിയ മോശമില്ലാത്ത ഓട്ടം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വലിയ മോശമില്ലാത്ത ഓട്ടം ഉണ്ട്. അപ്പൊ നമ്മള് ഇതാണ് ഓക്ലാൻഡ് സിറ്റിയുടെ ഒരു സൈഡിൽ നിന്നുള്ള നൈറ്റ് വ്യൂ. അത് നോർത്ത് ബ്രിഡ്ജിൽ നിന്ന് വരുമ്പോഴുള്ള വ്യൂ ആണ് ഈ പറയുന്നത്. ഇവിടെ എപ്പോഴും പണി, എന്താ ചെയ്യണം, ഭയങ്കര പണി ഇവിടെ. എന്നും പണി അവിടെ. എന്ത് ചെയ്യുന്നു പറഞ്ഞു. ഇവിടെയൊക്കെ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വെച്ചിരിക്ക. ഇതിനൊരു അവസാനമില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ബ്രിഡ്ജില്ലേ, റെയിൻബോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ, ആ ബ്രിഡ്ജിൽ മിക്കവാറും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വർക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് രാത്രിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പകലെന്ന് ഇതിക്കടെ വണ്ടി കടത്തുവിടുകയും ചെയ്യും. രാത്രി അതിനുള്ള കോണുകളാണ് ഇപ്പൊ വെച്ചേക്കുന്നത്. നമ്മളിപ്പോ ഒരു പാസഞ്ചറെ നമ്മൾ ഡ്രോപ്പ് ചെയ്തോ, പോൺസംബി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആണ് നമ്മൾ പാസഞ്ചറെ പിക്ക് ചെയ്തിട്ട് നമ്മള് ഇവിടെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഈ ബ്രിഡ്ജിന്റെ അടിയിലാണ് പുള്ളിയുടെ വീട്. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞെങ്കിലും ഞാനത് കാര്യമാക്കില്ല. കാര്യം ബ്രിഡ്ജിന്റെ അടിയിലൊക്കെ ആരെങ്കിലും വീട് കൊണ്ടു നോക്കിയൊന്നും ഞാൻ. പക്ഷെ ലിറ്ററലി പുള്ളിയുടെ വീട് ബ്രിഡ്ജിന്റെ അടിയിൽ തന്നെയാണ്. നമ്മൾ മാപ്പിൽ നോക്കുമ്പോ നമ്മള് ഈ പാസഞ്ചറെ നമ്മള് ബ്രിഡ്ജിന്റെ മുകളിൽ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ള മാതിരിയാണ് നമ്മൾ കാണിക്കുന്നത്, മനസ്സിലായ? പക്ഷെ ഈ സംഗതി നമ്മള് പാസഞ്ചറെ ഇതിന്റെ കറക്റ്റ് അടിയിലാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. കറക്റ്റ് ഇതിന്റെ അടിയിൽ വീടുണ്ട് പുള്ളിക്ക്. ഞാൻ ആദ്യമായിട്ട് ഞാൻ ആ സ്ഥലത്ത് പോകും. ഇത്രയും നാൾ ഇതിലൂടെയൊക്കെ വണ്ടി ഓടിച്ചെങ്കിലും ഈ പുള്ളിയുടെ വീടിന്റെ അടുത്ത് ആ പരിസരത്തൊക്കെ ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ്. സംഭവം അതൊരു പുതിയ അനുഭവമായിരുന്നു. കാര്യം പുള്ളി അത് വലിയ തമാശയായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. കാരണം ഞാൻ നേരത്തെ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ, അതായത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുള്ളിക്ക് പോൺസംബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യാബ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാബുകാരൻ വന്നിട്ട് നോർത്ത് ബ്രിഡ്ജിന്റെ മുകളിൽ പോയി നിന്നു. കാരണം ഈ ബ്രിഡ്ജിന്റെ മുകളിലെ ലൊക്കേഷൻ കാണിക്കണേ ഇതിന്റെ അടിയിലല്ലേ പുള്ളിയുടെ വീട്. എന്നിട്ട് പിന്നെ ഈ പുള്ളി വഴി പറഞ്ഞു കൊടുത്തു, ഇന്ന സ്ഥലത്തേക്കിടൊക്കെ വാണ മക്കളെ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ പുള്ളി തന്നെ പറഞ്ഞു, നമ്മുടെ അടുത്ത് പറഞ്ഞെന്ന കഥ കേട്ടത്. നമുക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എന്നാലും പുള്ളി അതങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, കൊള്ളാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അത് പുള്ളിയുടെ വീട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കറക്റ്റ് പുള്ളിയുടെ വീട് നമ്മുടെ ആ കരഭാഗം ഉണ്ടല്ലോ, അതായത് ബ്രിഡ്ജിന്റെ നമ്മുടെ കാല് നമ്മൾ ഫിക്സ് ചെയ്ത് നിലത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനോട് തൊട്ട് ചേർന്നാണ് പുള്ളിയുടെ വീട് വന്നിരിക്കുന്നത്, തൊട്ട് ചേർന്ന്. അപ്പൊ ഈ നോർത്ത് ബ്രിഡ്ജിന്റെ അടിയിലായിട്ട് അവരുടെ സിംഗിൾ ഫ്ലോർ ബിൽഡിംഗാ. അപ്പൊ അതിന്റെ അടിയിൽ തന്നെ ആ വീട് അങ്ങനെ പറ്റും. അത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. നമ്മൾ പോൺസംബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. അതേ മുമ്പിൽ കാണുന്നതാണ് സ്കൈ ടവർ. ഇനി ഫാൻഷേവ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിലേക്ക് നമ്മൾ ലെഫ്റ്റിലേക്ക് ഫാൻഷേവ് സ്ട്രീറ്റിൽ നമ്മൾ എക്സിറ്റ് എടുക്കുകയാണ്. 424 ആണ്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കും. ഈ സിഗ്നലിൽ നമ്മൾ റൈറ്റ് എടുത്ത് ഒരൊറ്റ പഠിപ്പിക്കല്. അവിടെ ആൾക്കാരുള്ളൂ, വേറെ എവിടെ ആൾക്കാരില്ല. അപ്പൊ അവിടെ നിന്ന് ആരെങ്കിലൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകട്ടെ. നമ്മുടെ ഉത്തരവാദിത്തമല്ലേ ആൾക്കാരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നുള്ളത്. അപ്പൊ ചിലപ്പോഴൊക്കെ പള്ളി കിട്ടും. ഇന്നലെ ഒരു പള്ളി ജസ്റ്റ് മിസ്സായിരുന്നു. അപ്പൊ ഏതായാലും ഇന്നിപ്പോ പള്ളിയൊന്നും കിട്ടൂല എന്ന് വിചാരിക്കണം. ഞാൻ ആൻസാർക്ക് അവന്യൂവിലാണ് ഉള്ളത്. ഇപ്പൊ ഞാനൊരു പാസഞ്ചറെ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തോളേ. അപ്പൊ അവൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
അവൻ്റെ ഗേൾഫ്രണ്ടായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവനിപ്പോൾ വേറൊരു പെണ്ണിന്റെ വീട്ടിലാണ് ഞാൻ ഡ്രോപ്പ് ചെയ്തത്. അപ്പൊ ഇതവന്റെ വേറെ ഗേൾഫ്രണ്ടാണ്. എന്തൊരു അവസ്ഥയാണ്, പറയണ്ട. അപ്പൊ ഗായ്സ് ഇന്നത്തെ കൊല്ലൂത്ത് അതോടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് മൊത്തം $230 എത്ര മണിക്കൂർ വർക്ക് ചെയ്തപ്പോ 7 മണിക്കൂറോ 7 മണിക്കൂറായിട്ട് 7.5 മണിക്കൂർ വർക്ക് ചെയ്ത് 8 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് $230 നമുക്ക് കിട്ടിയിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല, അടിപൊളി എന്ന് പറയാനുമില്ല, എന്നാ മോശം എന്ന് പറയാനുമില്ല, ഓക്കെ അത്രേ ഉള്ളൂ. എനിവേ ഈ പരിപാടിയൊക്കെ തീർന്നു. അപ്പോൾ സമയം രാവിലെ 1:33, വെളുപ്പിന് 1:33 AM. അപ്പോ ഇനിയിപ്പോ നേരെ വീട്ടിൽ പോയി കിടന്ന ഒറ്റ ഉറക്കം. നാളെ വെള്ളിയാഴ്ചയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. നൈറ്റ് നല്ല ഓട്ടമുള്ള ദിവസമാണെന്ന് വിചാരിക്കുന്നു. നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്, നല്ല ഓട്ടമായിരിക്കും. നല്ല ആൾക്കാരൊക്കെ ഇറങ്ങി, നല്ല ചൂടുള്ള ദിവസമാണ്. ഈ ബിയർ അടിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം എന്തായാലും നല്ല ഓട്ടം ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോ നാളെ ഇന്ന് വൈകുന്നേരത്തെ ഓട്ടത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി പോയി കിടന്നൊന്ന് ഉറങ്ങി നല്ല ഭംഗിയായിട്ട് ഉഷാറായിട്ട് വൈകുന്നേരം വീണ്ടും ചാടി ഇറങ്ങാം. ഓക്കെ, ബൈ.